അല്ലെങ്കിലും ഹേച്ച് കെട്ടിയത് മുഴച്ചല്ലേ ഇരിക്കൂ. വന്ദനെ, എന്റെ കാര്യം പോട്ടെ, എന്നെക്കാൾ ഇവളെ സ്നേഹിക്കുന്ന ആ ജഗൻ എന്റെ ജഗന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് അവള്. ദേമോളെ, ദേമോളെ, ദേ നീ പാലുടിച്ചേ. എഴുന്നേക്ക്, എഴുന്നേക്ക്. വന്ദനമ്മയ്ക്ക് ഒരുപാട് ജോലിയുള്ളതാ. പോകല്ലേ. പോകല്ലേ, ദിയമോൾക്ക് സങ്കടാവും. പോകല്ലേ രാഖി ആന്റി. രാഖി ആന്റി എനിക്ക് ഇഷ്ടവാ. വന്ദനമ്മേ, രാഖി ആന്റി എവിടെ? രാഖി ആന്റി ഒന്നുമില്ല. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. മുഖം കഴുകിയിട്ട് വന്ന് പാലുടിച്ചേ. ജഗ, ദിയമോൾ എന്റെ ചേട്ടന്റെ മകളാ. ഈ നിൽക്കുന്ന വന്ദനയ്ക്ക് എന്ത് രക്തബന്ധമാണ് ദിയമോളുമായിട്ടുള്ളത്? എന്റെ കയ്യിൽ നിന്ന് ദിയമോളെ തട്ടിയെടുക്കാനാണ് പുതിയ കഥയും മെനഞ്ഞോണ്ട് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നാ കാത്തിരുന്നോ. തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമല്ല, അങ്ങ് തലസ്ഥാന നഗരിയിൽ നീയും നിന്റെ കെട്ടിയോളം തിണ്ണ നിരങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വന്ദനമ്മേ, എനിക്ക് രാഖി ആന്റിയെ കാണണം. നീ പാലങ്ങ് കുടിച്ചേ. രാഖി ആന്റി പാവ. എനിക്ക് രാഖി ആന്റിയെ. നിന്നോട് പാല് കുടിക്കാനല്ലേ പറഞ്ഞത്? രാഖി ആന്റി. അവളുടെ ഒരു രാഖി ആന്റി. ദേ, ഇനി ആ പേരും കാര്യം വേണ്ടിയാ നല്ല അട്ടി വെച്ചെറിഞ്ഞ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ മോളെ? സുചിത്ര ആന്റി, രാഖി ആന്റി എനിക്ക് കാണണം. കേട്ടില്ലേ? എല്ലാവർക്കും സമാധാനമായല്ലോ. അവക്കിപ്പോ ആ രാഖിയെ കാണുന്നു. വന്ദനെ, നീ സങ്കടപ്പെടാതെ. ദിയമോള് കുഞ്ഞല്ലേ. കുഞ്ഞ ആർക്കും മുറ്റാത്ത സമയത്ത് കാക്കിക്കും പരുന്തിനും കൊടുക്കാതെ ഇവിടെ ഞാനെന്റെ നെഞ്ചോരെ ചേർത്ത് കൊണ്ടുവന്നതാ. എന്റെ ജീവിതം പോലും നോക്കിയിട്ടില്ല. അതറിയൂ സുചിത്രടുത്തേക്ക്. സുചിത്രടുത്തും പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത ബാധ്യത ഒന്നും എടുത്തു വെക്കേണ്ടെന്ന്? വന്ദനെ, നീ എന്താ ഇങ്ങനെ?
ഞാൻ ഏറ്റെടുത്ത് വളർത്തുന്നു വാശി പിടിച്ചപ്പോ എന്റെ ഭാവി ഓർത്ത് നെഞ്ചു പൊട്ടി നിന്ന അച്ഛന്റെ രൂപം ഇപ്പോഴെന്റെ മനസ്സിലുണ്ട്. വന്ദനെ മതി. സുചിത്രടുത്ത് ഞാൻ ഇവിടെ എങ്ങനെയാ നോക്കിയത്? എന്നിട്ട് ഇവക്കിപ്പോ അല്ലെങ്കിലും ഏച്ചു കെട്ടിയത് മുഴച്ചല്ലേ ഇരിക്കും. വന്ദനെ, എന്റെ കാര്യം പോട്ടെ, എന്നെക്കാൾ ഇവളെ സ്നേഹിക്കുന്ന ആ ജഗൻ എന്റെ ജഗന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് അവള്. വേണ്ട, കുഞ്ഞിന് എന്തോ അബദ്ധം പറ്റിപ്പോയതാ. അവൾക്ക് അവളുടെ വന്ദനാമ്മയെ മാത്രം മതി. വന്ദനമ്മേ, സോറി വന്ദനമ്മേ. എന്റെ പൊന്നു മോളെ, സോറി വന്ദനമ്മേ.